ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓഫീസുകളിലെ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകുന്ന രജിസ്ട്രേഷനിലും ലൈസൻസിലുമാണ് ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഓപ്പറേഷൻ അപ്പിറ്റൈറ്റ് എന്ന പേരിൽ വ്യാപകമായുള്ള പരിശോധനകളാണ് നടത്തിവരുന്നത്. ഇന്ന് നടന്ന വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിലാണ് ഗുരുതര കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 12 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള ഭക്ഷ്യ ഉൽപ്പാദകർക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൽകി വരുന്ന ലൈസൻസിന് പകരം ചെറുകിട കച്ചവടക്കാർക്കുള്ള രജിസ്ട്രേഷൻ നൽകുന്നതായി പരിശോധനയിൽ തെളിഞ്ഞു. ചെറുകിട ഭക്ഷ്യ ഉൽപ്പാദകർക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേടിയവരുടെ ജീവനക്കാർക്ക് സർക്കാർ സൗജന്യമായി നൽകുന്ന പരിശീലനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ലൈസൻസ് ഉള്ള വൻകിട ഉൽപ്പാദകരുടെ തൊഴിലാളികൾക്ക് നൽകിയതായും വിജിലൻസ് കണ്ടെത്തി. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് എന്നീ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസുകളിലും ക്രമക്കേടുകൾ കണ്ടെത്താനായി. അതാത് വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യാത്തവരിൽ നിന്നും പ്രതിദിനം 100 രൂപ ഫൈൻ ഈടാക്കണമെന്ന നിയമവും അട്ടിമറിക്കപ്പെട്ടതായും വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. തിരുവനന്തപുരം ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് മാത്രം 17,18,600 രൂപ പിഴ ഇനത്തിൽ ഈടാക്കാനുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. സംസ്ഥാനത്തെ 14 ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാർ ഓഫീസുകളിലും തിരഞ്ഞെടുത്ത 52 ഭക്ഷ്യസുരക്ഷാ സർക്കിൾ ഓഫീസുകളിലും ഉൾപ്പെടെ 67 ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത്. ഓപ്പറേഷൻ ആപ്പിറൈറ്റ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന റജി ജേക്കബ് IPS ആണ് സംസ്ഥാന വ്യാപകമായി നടന്ന മിന്നൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ജനം, തിരുവനന്തപുരം.